ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ തന്നെ മറ്റൊരു ഭാഗമായിട്ടുള്ള ഇന്റൻസീവ് കെയർ യൂണിറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എന്താണ് ICU അല്ലെങ്കിൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്? സീരിയസ്ലി ഇൽ പേഷ്യൻസിനെ നമ്മൾ വാർഡിൽ നിന്നും അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തന്നെ സീരിയസ് ആണ് അവരുടെ കണ്ടീഷൻസ്, അവർക്ക് ലൈഫ് സപ്പോർട്ടിന് എന്തെങ്കിലും തരത്തിലുള്ള മെഷീനറീസിന്റെ ആവശ്യം, ബെറ്റർ കെയർ, ബെറ്റർ അറ്റൻഷൻ വേണമെങ്കിൽ നമ്മൾ അവരെ ഡയറക്ട്ലി എൻറ്റർ ഇൻ ടു ICU. ഈ ICUയിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പേഷ്യൻസിന് പലതരത്തിലുള്ള ICU ഉണ്ട്. ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഉണ്ട്, അതേപോലെ തന്നെ നോൺ ഇന്റൻസീവ് കെയർ യൂണിറ്റുകളുണ്ട്. ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ തന്നെ ഒരു ഭാഗമാണ് വാർഡ്. ഇനി ഈ ICU തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അതിൽ വരുന്ന ഒന്നാണ് NICU. NICU മീൻസ് ന്യൂബോൺ or infant intensive care unit which provide care for newborn babies. മറ്റൊന്നാണ് PICU, pediatric intensive care unit which provide care for children. മറ്റൊന്നാണ് MICU, the patients which do not require surgery, അതായത് സർജറി ആവശ്യമില്ലാത്ത പേഷ്യൻസിന് കെയറിംഗ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് MICU. മറ്റൊരു ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ് CCU അല്ലെങ്കിൽ CTU, അതായത് കൊറോണറി കെയർ യൂണിറ്റ്. നമ്മുടെ ഹാർട്ട് സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിനെ നമ്മൾ എൻ്റർ ഇൻ ടു CCU. മറ്റൊന്നാണ് SICUS, അതായത് സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ദ പേഷ്യന്റ് വിച്ച് റിക്വയർ പോസ്റ്റ് ഓപ്പറേഷൻ, പ്രീ ഓപ്പറേഷൻ, അങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ SICUലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നത്. ഇനി നോൺ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, അതായത് ബെഡ് പ്രിപ്പയർ ആണ്, പക്ഷെങ്കിൽ ദേ ഡു നോട്ട് റിക്വയർ ലോവർ കെയർ, അവർക്ക് എന്ത് ആവശ്യമില്ല, നമ്മുടെ ICUയിലുള്ളത് പോലെ തന്നെ ഇന്റൻസീവ് കെയർ യൂണിറ്റിലുള്ള അത്ര കെയറിംഗ് വേണ്ട, എന്നാലും ദേ നീഡ് ബെറ്റർ കെയർ. അതാണ് നമ്മൾ പറയുന്നത് നോൺ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അതിൽ നമ്മളിപ്പോ ഒരു ഇൻഫാന്റ് ആണെങ്കിലും അല്ലെങ്കിൽ ദ ചിൽഡ്രൻ ബിലോ ദി ഏജ് 19 ഇയേഴ്സിൽ ഏജിന് ബിലോ ഉള്ള പീഡിയാട്രിക് യൂണിറ്റിലാണ് നമ്മുടെ ചിൽഡ്രൻസിനെ അഡ്മിറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വിമൺ ആൻഡ് ഇൻഫാൻസ് യൂണിറ്റ്, ഡെലിവറിക്ക് ശേഷം, ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം അമ്മയുടെയും കുഞ്ഞിന്റെയും കാര്യങ്ങൾ നോക്കാനും, അതേപോലെ തന്നെ ഡെലിവറിക്ക് മുൻപ് ആ വിമണിന്റെ ഫിസിക്കൽ കണ്ടീഷൻസ് അവർക്ക് വേണ്ട കെയറിംഗ് ഒക്കെ കൊടുക്കുന്നതാണ് വിമൺ യൂണിറ്റ്. മറ്റൊന്നാണ് ഓങ്കോളജി യൂണിറ്റ്, അതായത് ക്യാൻസർ പേഷ്യന്റിനെ, അതേപോലെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം തകരാറിലായിട്ടുള്ള ആ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ അവരെ നമ്മൾ കെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതാണ് ഓങ്കോളജി യൂണിറ്റ്. അതേപോലെ തന്നെ ലോങ് ടേം റിലേറ്റഡ്, കുറേ കാലമായിട്ട് കിടപ്പിലായിട്ടുള്ള ആൾക്കാരെയും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അവർക്കും ബെറ്റർ കെയറിംഗ് വേണ്ടിയിട്ട് ICUയിലേക്ക് അഡ്മിറ്റഡ് ചെയ്യാതെ നോൺ ഇന്റൻസീവ് യൂണിറ്റിലേക്ക് അവരെയും നമ്മൾ കെയർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു യൂണിറ്റ് ആണ് മെഡിക്കൽ യൂണിറ്റ്. ഈ മെഡിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, അതേപോലെ തന്നെ ന്യൂമോണിയ പോലെയുള്ള കണ്ടീഷൻസ് വരുമ്പോൾ ജസ്റ്റ് അവർക്ക് ബെറ്റർ കെയർ വേണ്ട, എന്നാലും ഒരു അറ്റൻഷൻ ആവശ്യമുണ്ട്. അപ്പോൾ ഡയറക്ട്ലി എൻറ്റർ ഇൻ ടു ദ വാർഡ് മെഡിക്കൽ യൂണിറ്റ്. അപ്പോൾ അവരെ അവിടെ ആ മെഡിക്കൽ യൂണിറ്റിലേക്കാണ് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മറ്റൊന്നാണ് സർജിക്കൽ യൂണിറ്റ്. ഈ സർജിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സർജറിക്ക് തൊട്ട് മുമ്പും സർജറിക്ക് ശേഷവും, ആ സർജറിക്ക് തൊട്ട് മുമ്പ് അവരുടെ എല്ലാ ഹെൽത്ത് ഫിസിക്കൽ കണ്ടീഷൻസ് കംപ്ലീറ്റ് ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ എന്ത് ചെയ്യുന്നു, അഡ്മിറ്റ് ചെയ്യുന്നു. ആ യൂണിറ്റ് ആണ് സർജിക്കൽ യൂണിറ്റ്.